ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ എൻ്റെ വായിലുള്ള ഒരു പ്രശ്നവും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പല്ലിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. സ്റ്റിച്ച് എടുക്കാൻ പോയ ദിവസത്തെ വ്ളോഗാണ് ഇത്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നിട്ടൊക്കെ ഭയങ്കര സർജറി കഴിഞ്ഞ് വന്നിട്ടൊക്കെ ഭയങ്കര പെയിനായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അമ്മ വന്ന് നിന്നു 2 ദിവസം, ഏട്ടൻ്റെ അമ്മ. അപ്പോൾ സുഖമായിരുന്നു. ഒന്നും വേണ്ട, സമയത്തിന് ജ്യൂസ്, ചായക്ക് ചായ, തണുത്ത വെള്ളം, പൊടിയരിക്കഞ്ഞി ഒക്കെ നല്ല കറക്റ്റ് ടൈമിന് എനിക്ക് അമ്മ കൊണ്ടുവന്ന് തരും. ശരിക്കും പ്രസവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കില്ലേ, അതേപോലെ കട്ടിയുള്ള ഫുഡ് നല്ലൊക്കെ ലൈറ്റായിട്ടുള്ള ജ്യൂസും ഐസ്ക്രീമും തണുത്തതും ഒക്കെ ഇട്ട്. അടുത്തൊരു കുട്ടിയില്ലാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എപ്പോഴും പാല് കൊടുക്കുക, എടുത്തുകൊണ്ട് കിടക്കുക, അങ്ങനത്തെ പരിപാടി ഇല്ല. ഞാൻ പ്രസവിച്ച് കിടന്നതിന് ശേഷം 2 ദിവസം ഒന്ന് തല പൊക്കാണ്ട് കിടന്നത് ഈ സർജറിക്ക് ശേഷമാണ്. സത്യം പറഞ്ഞാൽ നല്ല സുഖമായിരുന്നു. കുട്ടികളെ ആണെങ്കിൽ അമ്മ നന്നായിട്ട് മാനേജ് ചെയ്യും. അമ്മയ്ക്ക് അറിയാം എങ്ങനെയാണ് അവർ ഞാൻ പ്രസവിച്ചെന്നേ ഉള്ളൂ. അവരെ വളർത്തിയൊക്കെ അത്ര ആക്കിയതൊക്കെ അമ്മ തന്നെയാണ്. 2.5 വയസ്സ് വരെ അന്നമോള് വളർത്തിയത് അമ്മച്ചി തന്നെയാണ്. എനിക്ക് ഒന്നും അറിയാത്തൊരു പ്രായത്തിലാണ് കല്യാണം കഴിഞ്ഞ് പോയത്. അപ്പം അതൊക്കെ നോക്കിയത് അമ്മയാണ്. അപ്പം അമ്മയ്ക്ക് അറിയാം അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, വീടെങ്ങനെ കൊണ്ടുപോകണം. അമ്മയ്ക്ക് അവിടുത്തെ കൊച്ചിയിലെ ഞങ്ങളുടെ വീട് പോലെ തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരാളും റെസ്ട്രിക്ഷൻ പറയാനില്ല. എനിക്ക് അവിടെ പോയാലും എന്നോട് അത് ചെയ്തെന്ന് പറയാൻ അവിടെ ആളില്ല. എനിക്ക് എന്തും ചെയ്യാൻ എൻ്റെ ഇഷ്ടത്തിന്. ഇവിടെ അതുപോലെ തന്നെയാണ് അവിടെയുള്ള എല്ലാവർക്കും. അവരുടെ സ്വന്തം വീട് പോലെയാണ്. നമ്മളങ്ങനെ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും പരസ്പരം ഇതുവരെ വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഏറ്റവും സ്നേഹമുള്ള നല്ലൊരു കുടുംബമായിട്ട്. വഴക്കും ബഹളമൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ വേറെ കാര്യം. അതൊക്കെ ഉണ്ട്, അതൊക്കെ ആ നിമിഷം തന്നെ തീരും. അതൊക്കെ എല്ലാ വീട്ടിലുള്ളതല്ലേ, അതൊക്കെ അപ്പം തന്നെ തീരും. അപ്പം അങ്ങനെയുള്ളൊരു അപ്പച്ചനും അമ്മച്ചിയാണ്. വീട്ടിൽ ടൈലൊക്കെ ഇടുന്നതാണ് മുകളിൽ നമ്മുടെ പോർഷനിൽ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പച്ചൻ വരാതിരുന്നത്. പിന്നെ പണിക്കാർക്കൊക്കെ ഫുഡ് കൊടുക്കേണ്ട ഒരു കാര്യം കൊണ്ടിട്ടാണ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അമ്മച്ചി പോയത്. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പയ്യൊക്കെ ചെയ്യാനായി. പയ്യെ ഞാൻ ചെയ്യാനായി. അവിടെ ഒരു കുഞ്ഞു മോളുണ്ട്, അനിയൻ്റെ കുഞ്ഞുണ്ട്. അപ്പോൾ അനിയത്തിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടിട്ടാണ് അമ്മ. അല്ലെങ്കിൽ അമ്മ നിന്നേനെ. ഒരാഴ്ചയൊക്കെ അമ്മ നിന്ന ദിവസങ്ങളൊക്കെ ഉണ്ട് വയ്യാണ്ടാവുമ്പോഴൊക്കെ എനിക്ക്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ രാവിലത്തെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ഇപ്പം ഞാൻ ഓക്കെ ആയിട്ടോ, സ്റ്റിച്ചൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് എനിക്കിപ്പോൾ നല്ല അസലൊരു മീൻകറിയും കൂട്ടി ചോറ് തിന്നാനുള്ളൊരു ഫീലാണ്. കാരണം ഇത്രയും ദിവസം പൊടിയിരിക്കഞ്ഞിയും ജ്യൂസും അതും ഇതൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു ഊണ്, ഇച്ചിരി തോരനും ഇച്ചിരി മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ഇച്ചിരി ചോറ് തിന്നാനായിട്ടില്ലേ ഒന്നും പറയണ്ട. അപ്പം നമുക്കതൊക്കെ സെറ്റാക്കാം കേട്ടോ. ഇപ്പോഴല്ല പയ്യെ. എന്നാലും ഡോക്ടർ പറഞ്ഞു ധൃതി പിടിച്ച് അങ്ങനെ ഒന്നും കടിച്ചു മുറിച്ചൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ സ്റ്റിച്ച് ഇടാൻ പോകുന്ന ദിവസത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും അതേപോലെ പോയപ്പോഴുള്ള കുറച്ച് കാര്യങ്ങളും പോയി വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ കറിയൊക്കെ വെച്ചിട്ടാണ് പോയത്. കാരണം ഇത് നമ്മൾ പോവുകയാണെങ്കിൽ കുറേ സമയം പിടിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അവിടെ പോയി ചീട്ടെടുത്ത് വെയിറ്റ് ചെയ്ത് നിന്ന് സ്റ്റിച്ച് എടുത്ത് പിന്നെ അവർ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നോക്കി എക്സ്റേ എടുത്തതിനൊക്കെ ശേഷം മാത്രമേ നമ്മളെ വിടുള്ളൂ. അപ്പോൾ എല്ലാം ഞാൻ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടാണ് പോയത്. തീരാത്ത പണി ഞാൻ അവിടെ ഇട്ടു, ചില ജോലികളൊക്കെ അവിടെ ഇട്ടു ഞാൻ. കാരണം നമ്മൾ ഒരു ടൈം പറഞ്ഞിട്ടുണ്ട്, ആ ടൈമിന് അവിടെ ചെന്നില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. ഏട്ടനാണെങ്കിൽ വന്നിട്ട് ഓഫീസിലും പോകാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുമ്പളങ്ങ മോര് കാച്ചി വെക്കുകയാണ്, കറികളൊക്കെ തയ്യാറാക്കി വെക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ദോശയാണ് ഉണ്ടാക്കണം. അപ്പോൾ മാവൊന്നും അരച്ച് വെച്ചിട്ടില്ല. കടയിൽ നിന്ന് ഒരു പാക്കറ്റ് മാവ് ഞാൻ മേടിച്ചോടെ വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇച്ചിരി വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പുറകെ പറയാം. അപ്പോൾ അന്നമോൾ എണ്ണീറ്റിട്ടുണ്ട്. ഞാൻ ഈ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് വൈകിയാണ് എണ്ണീക്കണേ. ഒരു 3-4-5 ഗുളികയുണ്ട് രാത്രി. പെയിൻ കില്ലറുണ്ട്, നാവിൻ്റെ അടിയിൽ വെക്കാനുള്ളൊരു ഗുളികയുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഓക്കെ. ഇനിയിപ്പോൾ ഒന്നും കഴിക്കണ്ട. ഈ സ്റ്റിച്ച് എടുക്കുന്ന വരേക്കും അത്രയും ടാബ്ലറ്റ്സ് ഒരു ദിവസം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഭയങ്കര പെയിനാണ് കവിളിൻ്റെ അവിടെ. കവിള് താടിയൊക്കെ ഭയങ്കര വേദന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റിച്ചിട്ട പെയിൻ ഉണ്ടല്ലോ, ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ തളർന്നു പോകുന്നൊരു വേദന, അങ്ങനെയായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം കുറച്ച് വൈകിയാണ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എഴുന്നേൽക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മോരൊക്കെ കാച്ചാനുള്ള കുമ്പളങ്ങയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനൊരു പയറ് പുഴുക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഞാനൊരു തോരൻ പോലെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിന് വേണ്ടി വേവിച്ച് വന്നപ്പോഴത്തേനും പയർ കുറച്ച് ഓവർ കുക്കായി പോയി. അപ്പം ഞാൻ കരുതി ഒരു പയറ് പുഴുക്ക് പോലെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളിതാ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. കടുകൊക്കെ ഒരു ഇച്ചിരി പൊട്ടിച്ചിട്ടുണ്ട്. ഈ കടുക് പൊട്ടിക്കുമ്പോൾ പൊട്ടി തെറിച്ച് നമ്മുടെ ദേഹത്തേക്കൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചട്ടിയുടെ പുറത്തേക്കൊന്നും അങ്ങനെ അത് പൊട്ടിപ്പോവില്ല. പിന്നെ നമ്മളിതാ പുറകെ കുറച്ച് ഉള്ളിയും വേപ്പിലേക്ക് ഇട്ടൊക്കെ ഒന്ന് താളിച്ച ശേഷം നമ്മൾ വേവിച്ച് വെച്ച പയർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ പുറകെ നമ്മുടെ തേങ്ങാക്കൂട്ട് സ്ഥിരം നമ്മുടെ കൂട്ട് തന്നെ. നമ്മൾ ചാറിനെടുക്കുന്ന ആ കൂട്ടില്ലേ, തേങ്ങ, വെളുത്തുള്ളി, ജീരകം, 2 കഷ്ണം വേപ്പില, ഇത്രയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. ഇതൊരു എരിവില്ലാത്ത കറിയാണ് കേട്ടോ.
കഞ്ഞി കുടിക്കാനൊക്കെ ബെസ്റ്റാണ്, അടിപൊളിയാണ്. എനിക്കിപ്പോൾ എരിവില്ലാത്ത കറി കഴിച്ചേ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അങ്ങ് നാക്കിന് പിടിച്ചുപോയി. അപ്പോൾ ബാക്കി വന്ന തേങ്ങാപ്പീര ഞാൻ അതേ സെയിം ജാറിൽ തന്നെയാണ് നമ്മൾ കുറച്ച് തൈര് ചേർത്ത് അടിക്കുന്നു എന്ന് ഒഴിച്ചിട്ടുണ്ട്. അന്ന് ഒഴിച്ചാൽ ബാക്കിയെല്ലാം സെയിം റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പട്ടുപോലെ അരച്ചെടുക്കാം. നമ്മൾ പയറ് പുഴുക്കിന് വെറുതെ ഒന്ന് ഒതുക്കി എടുത്താൽ മതി, പക്ഷെ നമ്മൾ ചാറിനൊക്കെ എടുക്കുമ്പോൾ നല്ല മഷി പോലെ അരയണം. അപ്പം ഞാൻ ഈ തലയ്ക്ക് ഇങ്ങനെ അധികം കുലുക്കാൻ വയ്യാത്തതുകൊണ്ട് തേങ്ങയൊക്കെ 2 എണ്ണം വെച്ചൊക്കെ ചിരണ്ടിച്ച് വയ്ക്കും മനുവേട്ടനെ കൊണ്ട്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാര്യം പറഞ്ഞാൽ നമുക്ക് വലിയ ആയാസപ്പെട്ടുള്ള പണി അല്ലെങ്കിലും തേങ്ങ ചിരണ്ട, തറ തുടക്കുക, ഇരുന്നിട്ട് ഇത് തുടക്കുക, അതേപോലെ തന്നെ ഇത് നമ്മൾ അലക്കി ഊരിയെടുക്കുക, അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തല ഇങ്ങനെ കറങ്ങും. എനിക്കത് ആ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് 2 റൗണ്ടെങ്കിലും നമ്മളിങ്ങനെ ഇടയിൽ കൂടി ഇങ്ങനെ ചുറ്റി വന്നപ്പോൾ എനിക്ക് തല കറങ്ങണ പോലെ തോന്നി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊക്കെ ഉണ്ടാവും, കാരണം അത്രയും സ്റ്റിച്ചൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ മോര് കാച്ചാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തൈരും കൂടി ഞാൻ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ഒരു സുർന്ന് പറഞ്ഞൊന്ന് അടിച്ചിട്ട് നമ്മുടെ മോര് ജാറിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ചെയ്യരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ട് ചെയ്ത കാരണം മൺചട്ടി ആയതുകൊണ്ട് എന്ന് പറഞ്ഞ് ചൂടങ്ങോട്ട് കൂടും. അപ്പോൾ ഓഫ് ചെയ്തിട്ടാണ് തേങ്ങാക്കൂട്ടും അതുപോലെ തൈരും ഒക്കെ ഒഴിച്ചത്. എന്നിട്ട് നമുക്ക് അവസാനം നമ്മുടെ സാധാരണ കടുക് വറുക്കൽ പരിപാടിയാണ്, അത് താളിച്ച് അങ്ങടേക്ക് ഇടാം. അപ്പോൾ ഇത്രയും വിഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ മക്കൾക്ക് 2 പേർക്കും ലഞ്ചിനുള്ള കാര്യങ്ങൾ കൊടുത്തു വിട്ടത്. കുറച്ച് എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്കത്തേക്കും ആവും രാത്രിത്തേക്കും ആവും. രാത്രി പിന്നെ അങ്ങനെ ഒരു ഹെവി ആയിട്ടുള്ളൊരു ഭക്ഷണം കഴിപ്പില്ല. എന്തെങ്കിലും ഒരു നിസ്സാരം ഒരു കറി, എന്തെങ്കിലും ഒരു ഉപ്പുമീനോ അല്ലെങ്കിൽ എന്തെങ്കിലും 2 പപ്പടം മുളകിട്ടോ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് മതി. കാരണം രാത്രി അങ്ങനെ കഴിക്കില്ല. കാരണം ഞാൻ വൈകുന്നേരം എന്തെങ്കിലും പലഹാരം ഞാൻ ഉണ്ടാക്കും, മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് രാത്രി അങ്ങനെ ഒരു വലിയൊരു യമണ്ടം തീറ്റയൊന്നുമില്ല. നന്നായിട്ട് ഫുഡ് വെക്കണത് അമ്മച്ചി ഉള്ളപ്പോഴാണ്. അമ്മച്ചി വരുമ്പോഴത്തേനും നമുക്ക് അമ്മ അങ്കമാലിക്കാരത്തിയാണേ. അപ്പോൾ അമ്മയ്ക്ക് അമ്മ നല്ല അസലായിട്ട് കുക്ക് ചെയ്യും. ഭയങ്കര അമ്മ വെറുത്തൊരു ചമ്മന്തി അരച്ചാൽ പോലെ അതൊരു ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ എപ്പോഴെങ്കിലും ഞാൻ അമ്മേനെ കൊണ്ട് എന്തെങ്കിലും റെസിപ്പിയൊക്കെ ചെയ്യിക്കാം കേട്ടോ. അമ്മയുടെ അങ്കമാലി മാങ്ങക്കറി സ്പെഷ്യലാണ്, ഭയങ്കര ടേസ്റ്റാണ് ആ കറി. അമ്മയുടെ ഏറ്റവും എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു കറിയാണ് മാങ്ങക്കറി. അപ്പോൾ ആർക്കൊക്കെ അങ്കമാലി മാങ്ങക്കറി ഇഷ്ടമാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രോഗിയായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ കാണാൻ വേണ്ടി ആൾക്കാർ, ഇപ്പം എൻ്റെ ആൻറ്റിമാർ അങ്കിൾമാരൊക്കെ വരുമല്ലോ, അപ്പോൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവരും. അപ്പം നമുക്ക് ഈ വേദന കാരണം ഫ്രൂട്ട്സ് ആണെങ്കിലും കഴിക്കാൻ പറ്റില്ല. അതിങ്ങനെ ഇരിക്കും. പിള്ളേർ കഴിക്കും, പിള്ളേർക്ക് ഞാൻ എടുത്തു കൊടുക്കും, പക്ഷെ നമുക്ക് ചവച്ചിറക്കാൻ തോന്നില്ല. കാരണം ചവച്ചിറക്കാം, പക്ഷെ ഇറക്കി കഴിഞ്ഞിട്ടുള്ള വായുടെ വേദന കാരണം അധികം ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ബാക്കി ഇരിക്കണ്ടായിരുന്നു, അത് നന്നായിട്ട് അരിഞ്ഞെടുത്ത് മിക്സിയിലടിച്ച് മാറ്റി വെച്ചു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദോശയുടെ മാവ് ഇത്തവണ വാങ്ങിക്കുക ചെയ്തേ കേട്ടോ. നമുക്ക് തൊട്ടടുത്തൊരു കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കുക ചെയ്തേ. എന്നിട്ട് അതിലേക്ക് ആ ഡ്രാഗൺ ഫ്രൂട്ട് അടിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിലൊരു കുരു പോലത്തെ, ഇപ്പോൾ അരിക്കാണ്ട് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ കുട്ടികൾ എന്തെങ്കിലും കറുപ്പ് കുരു മണി കാണുമ്പോഴൊക്കെ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. ഞാനാണെങ്കിൽ അതെല്ലാം അതിലോട്ട് ഒഴിച്ചും പോയി. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ അരിച്ചൊഴിച്ചോ. ഇപ്പം അരിച്ചൊഴിക്കേണ്ടെന്നാണെങ്കിൽ അങ്ങനെ തന്നെ അതിലേക്ക് ഒഴിക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഓൾറെഡി ഡ്രാഗൺ ഫ്രൂട്ടിൽ നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, ഇല്ലേ നോക്കിക്കേ. നമ്മുടെ മാർബിൾ കേക്കിൻ്റെയൊക്കെ ഒരു ഡിസൈൻ പോലെ ഇല്ല. അപ്പം നന്നായിട്ട് അത് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. വേറെ ഒരു കാരണം ഡ്രാഗൺ ഫ്രൂട്ടേ ഒരു വികാരമില്ലാത്തൊരു ഫ്രൂട്ടാണ്, പക്ഷെ അത് ഇതിൻ്റെ കൂടെ ആകുമ്പോഴത്തേനും നല്ല കളറുമാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ലഞ്ച് ബോക്സിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഞാനത് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. മുട്ട പൊരിച്ചതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അച്ചാറും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി കുറേ അച്ചാർ മേടിച്ച് വെച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള അച്ചാറും ചമ്മന്തിപ്പൊടിയും. കാരണം കഞ്ഞി തന്നെയാണല്ലോ ഈ കുടിച്ചുകൊണ്ടിരിക്കണേ, പൊടിയരിക്കഞ്ഞി തന്നെയാണ് കുടിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ആ ഡ്രാഗൺ ഫ്രൂട്ട് ദോശ ഒരു സ്പെഷ്യലാണല്ലേ, ഞാൻ ഇതേവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ചെറുപയർ ദോശ ഉണ്ടാക്കും, ചെറുപയർ അരച്ചിട്ടിട്ട്. അതൊരു ദിവസം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ദോശ നല്ല അടിപൊളിയാക്കി ചുട്ടെടുക്കുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വെള്ള ദോശ, ഒരു പിങ്ക് ദോശ, ഒരു പച്ച ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതുങ്ങളിങ്ങനെ കളർ കാണുമ്പോൾ കഴിച്ചോളും. എന്നും ഈ ദോശയാകുമ്പോഴത്തേനും അവർക്ക് മടുക്കില്ല. അപ്പോൾ ഇടയ്ക്കൊരു വെറൈറ്റി ഇതേപോലെയൊക്കെ കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. അപ്പോൾ തലേ ദിവസം ഏട്ടൻ ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയുടെ കൂടെ
നമ്മൾ തട്ടുകടയിലൊക്കെ കഴിക്കില്ലേ ബീഫ് കറി, അപ്പം അതേപോലെ രാവിലെ ദോശയും ബീഫ് കറിയാണ്. അപ്പം രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് കറി ഉണ്ടാക്കാനുള്ള ഒരു പാട് അങ്ങനെ കുറഞ്ഞു കിട്ടി. അപ്പം എനിക്ക് അങ്ങനെ ഒരു സമയം കുറച്ച് ലാഭം കിട്ടി. അപ്പം ജോക്കുട്ടൻ വന്ന് അത്ഭുതപ്പെടുകയാണ് കേട്ടോ, ഇത് എന്നാത്ത ചാതനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ ഡയലോഗൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറേ ചാറ് വേണ്ടട്ടമ്മ, കുറച്ച് മതി, ഒരു കഷ്ണ ഇറച്ചി മതി, ഒരു നുള്ളു ചാറ് മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ അടിക്കും. അപ്പം അതാ ഞാൻ അവന് വേണ്ടിയിട്ട് ഒരു കഷ്ണ ഇറച്ചി ഒരു ദോശ എടുക്കുകയാണ്. പക്ഷെ അവൻ ആ ദോശ ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ വന്നോരെണ്ണം കൂടി അവൻ മേടിച്ച് കഴിച്ചിട്ട് പോയി. പക്ഷെ എനിക്കൊരു സങ്കടം തോന്നിയത് പാല് ഞാൻ കാച്ചി എടുത്തപ്പോൾ ഇതാ പിരിഞ്ഞു പോയെന്ന്. എനിക്ക് പാലായിട്ട് ജോക്കുട്ടിനെ എടുത്ത് മാറ്റിയപ്പോൾ പിരിഞ്ഞതായിട്ട് തോന്നിയില്ല കേട്ടോ. പക്ഷെ ചായപ്പൊടി ഇട്ടതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേനും വേറൊരു പുളിച്ച മണവും പാലിങ്ങനെ പിരിഞ്ഞ് ഇങ്ങനെ കട്ട പോലെ ആയി വരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായടാ, എനിക്ക് സത്യം എനിക്ക് വിഷമാണ്. 28 രൂപയാണ് പാലിനെങ്കിലും 28 രൂപയല്ലേ, അതങ്ങ് പോകുമ്പോൾ ഒരു സങ്കടമാണ്. അപ്പം ഞാൻ വേഗം അത് കളഞ്ഞു, തേച്ച് കഴുകി എടുത്തു. പഞ്ചസാര ഇട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ എന്താ അത് പെട്ടെന്ന് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടുപോയി. അപ്പോൾ ഞാൻ വേഗത്തെ തേച്ച് കഴുകി ചായയാക്കി എടുത്ത് കുട്ടികളെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടു. വീടൊക്കെ അടിച്ചു തൂത്തു. ആ കാലിയായ സിങ്ക് കാണുമ്പോൾ തന്നെ അറിയാലോ അടുക്കളയിൽ അത്യാവശ്യം പണിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷെ തീരാത്തൊരു പണിയാണ്, ഞാൻ മറന്നുപോയെന്നേ മീനെടുത്ത് പുറത്ത് വയ്ക്കാൻ. അപ്പോൾ അതാ ഞാൻ കുറച്ച് വെള്ളവും കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് മീൻ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ നേരെ ഫ്രീസറിലേക്ക് വെച്ചതാണ്. എനിക്ക് വെട്ടാൻ നേരം ഉണ്ടായിരുന്നില്ല. മേടിച്ചിട്ട് വന്നപ്പോഴത്തേനും രാത്രിയാണ് മേടിച്ചിട്ട് വന്നത്. അപ്പോൾ അതെടുത്ത് ഞാൻ തൽക്കാലത്തേക്ക് വെള്ളം ഒഴിച്ച് സിങ്കിൽ തന്നെ വെച്ചു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴത്തേനും അത് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഉച്ചയോട് കൂടിയിട്ടാണ് അപ്പോയിൻമെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പോയി കുറച്ച് നേരം നമുക്ക് നിൽക്കേണ്ടി വന്നു. പിന്നെ അതാ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇപ്പം എനിക്ക് പോയി ആഴ്ചയിൽ 2 ദിവസമൊക്കെ വെച്ച് പോയിട്ട് ഇപ്പം എനിക്ക് അവിടെ പോയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. പക്ഷെ അതിൻ്റെ പുറത്ത് നിന്നിട്ട് അകത്തോട്ട് കയറുമ്പോൾ നെഞ്ചിടിപ്പ ആ വേദനയുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴേ. അപ്പം വേദന ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് അവർ ഒന്ന് പയ്യെ ഒന്ന് മരവിപ്പിച്ചിട്ടാണ് ഉള്ളിലുള്ള എല്ലാ സ്റ്റിച്ചും എടുത്ത് കേട്ടോ. ഒരു 10-20 മിനിറ്റ് കൊണ്ട് അവിടെ നിൽക്കേണ്ടി വന്നു. എന്നിട്ട് പയ്യെ അവർ സ്റ്റിച്ചൊക്കെ എടുത്തു. നോക്കിയപ്പോൾ എന്തോ ദൈവാനുഗ്രഹം, കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു തരത്തിലുള്ള ഇൻഫെക്ഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞിട്ടാണ് വിട്ടത്, നോക്കണം, ഭക്ഷണം അവിടെയൊന്നും കയറരുത്, ഭയങ്കര ചൂട് കഴിക്കരുത്, ബ്രഷ് ഇട്ട് കുത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത്. അപ്പം എന്താ അതെല്ലാം കഴിഞ്ഞ് സമാധാനമായി വന്നു. പക്ഷേ എനിക്ക് ആ മരവിപ്പ് കഴിഞ്ഞപ്പോൾ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് ഓക്കെ ആയി. പിന്നെ ഞാൻ പഴയ പോലെ തന്നെ ആയി കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് റിലയൻസിൽ പോയപ്പോഴത്തേനും കുറച്ച് കുട്ടി സാധനങ്ങൾ മേടിക്കുന്ന കൂട്ടത്തിൽ പാസ്ത മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സാധാരണ കടകളിൽ നിന്ന് കിട്ടില്ല ഈ വക സാധനങ്ങൾ. പാസ്ത, സമൂസ ഷീറ്റ്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ചീസ്, അതൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി പോയപ്പോൾ മേടിച്ചാണ് പാസ്ത. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നമ്മൾ മാഗി ഉണ്ടാക്കുന്ന പോലെ തന്നെ തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണ ഇട്ട ശേഷം ഇത് ട്രൈ കളർ പാസ്തയാണ് കേട്ടോ. 3 കളറുണ്ട്, ഞാൻ നേരത്തെ എടുത്ത് കാണിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുക്ക് വേറെ എന്തോ വിശേഷം പറയാൻ വേണ്ടി ഞാൻ പോയി. അപ്പോൾ അതിലേക്ക് പാസ്ത ഇട്ടിട്ടുണ്ട്. ഇട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തുറന്ന് വെച്ച് വേവിക്കുക. ഹൈ ഫ്ലെയിമിൽ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് തുറന്നിട്ട് ഗ്യാസ് കളയാനല്ല, എന്നാലും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. സിമ്മിൽ വെക്കാണ്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അന്നമോള് വന്നോട്ടോ. അന്നമോൾക്ക് ഈ വക സാധനങ്ങൾ, അന്നമോൾക്ക് മാത്രമല്ല ജോലിക്ക് ഭയങ്കര ഇഷ്ടമാണേ. മുടിയൊക്കെ പാസ്ത ഉണ്ടാക്കണ യൂണിഫോം മാറണല്ലേ, ചൂടാണ് കേട്ടോ. പാത്ത തറവാ പാസ്ത ഒന്നും ചോദിക്കണ്ട, പോയി ഡ്രസ്സ് മാറി വന്നിട്ട് അന്നക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് എന്തോ വിശേഷം പറയാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കത്തുള്ളൂ, പോയി ഡ്രസ്സ് മാറി കൈയും കാലൊക്കെ കഴുകി വേറെ ഉടുപ്പൊക്കെ ഇട്ട് വായോ എന്ന് പറഞ്ഞ് 2 പേരെയും വിട്ടിട്ടുണ്ട്. അവനിപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ മാറും കേട്ടോ. നിക്കറിടാൻ അറിയാൻ പാടില്ല, ഞാൻ ഇട്ട് കൊടുക്കണം, ബാക്കിയൊക്കെ ചെയ്തോളൂ. യൂണിഫോമൊക്കെ തന്നെ മാറി കട്ടിൻ്റെ മേലെ വെക്കും, വലിച്ചെറിയും അവൻ. പിന്നെ അവൾ കാണിച്ചു കൊടുക്കുമ്പോൾ അതനുസരിച്ച് അവൻ ചെയ്യും. കൈ എത്തില്ല, കുഞ്ഞിക്കൈ എത്തില്ല അഴയിലിടാനായിട്ട്. അപ്പം ഞാൻ പാസ്ത റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നല്ലത്. അപ്പോൾ അതിനിടക്കും നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ മുട്ടയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അന്നക്കുട്ടി ഓടിപ്പോയി 2 മുട്ട മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ വേഗം പോയി 2 മുട്ട മേടിച്ചിട്ട് വന്നു. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഒന്ന് മൊരിയിച്ച് സവാളയും മൊരിയിച്ച ശേഷം അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിൽ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ പാസ്തയുടെ മസാലയ്ക്ക് അത്യാവശ്യം ഉപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചേർക്കണ്ട. അതുമല്ല നമ്മൾ പാസ്ത ഉപ്പിട്ടാണല്ലോ വേവിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അതിലേക്ക് വേറെ നമ്മൾ ഉപ്പ് ഇട്ട്
കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഉപ്പിൻ്റെ ആവശ്യം വരാറില്ല. അപ്പം നമ്മൾ ആ ഒരു മസാല മിക്സ് ചെയ്ത് അതിന് ശേഷം നന്നായിട്ട് അത് മൊരിഞ്ഞൊന്ന് വാടി വരുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് ഈ വേവിച്ച പാസ്ത ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറകെ ബാക്കിയുള്ള മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ വക സാധനങ്ങൾ, അതായത് നമ്മൾ ബർഗർ, മയോണൈസ്, പാസ്ത, നൂഡിൽസ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ വെച്ച് കൊടുത്താലില്ലേ നമ്മൾ ഈ അടയും അതേപോലെ കപ്പപ്പുഴക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ എൻ്റെ മക്കൾക്ക്. അന്നമോൾക്ക് പിന്നെയും ജോക്കുട്ടന് പിന്നെയും ഈ പുഴുങ്ങിയ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. അന്നമോൾക്ക് അത്രയ്ക്കില്ല കേട്ടോ. അപ്പോൾ ഇത് മലയാട്ടം മേടിച്ചുകൊണ്ട് വന്നാണ് പേരക്കയുടെ വലിപ്പം കണ്ടപ്പോൾ. പക്ഷേ ഈ വലിപ്പം ഇങ്ങനെ കണ്ടിട്ട് കുട്ടികൾ കഴിക്കുന്നില്ല. അപ്പം ഞാൻ കരുതി ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ആ പേരക്ക ഇങ്ങനെ വട്ടം അരിഞ്ഞിട്ട് വെച്ച് കൊടുത്തു. അപ്പം ഞാനും 2 പേരക്കയുടെ കഷ്ണം വെച്ചിട്ടുണ്ട് ഒന്ന് തിന്ന് നോക്കാൻ. പക്ഷേ എനിക്ക് കൂടുതൽ കടിക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാനപ്പോൾ അത് മാറ്റി അന്നമോൾക്ക് തന്നെ കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ എപ്പോഴും പറയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോവരുത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.